അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മരണാന്തര ജീവിതം വളരെ പ്രാധാന്യമുള്ളതാണ്. അത് നാം ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഗുണഭോക്താക്കളായി ആ മയ്യത്ത് പരിപാലിച്ചവരും ആ കുടുംബാംഗങ്ങളും ആ മുസ്ലിം സമൂഹവും മാറുന്നത്. മറിച്ച് അള്ളാഹുവിന്, പ്രവാചകന്, ഇസ്ലാമിന് വിരുദ്ധമായി നാം പ്രവർത്തിച്ചാൽ അത് ഗുണത്തിനു പകരം നമുക്ക് ദോഷമാകുകയും അള്ളാഹു നമുക്ക് പ്രതിഫലം നൽകുന്നതിന് പകരം ശിക്ഷ നൽകപ്പെടുക തന്നെ ചെയ്യും. അള്ളാഹു സാക്ഷി. പ്രവാചകൻ്റെ കുടുംബ പരമ്പര എന്ന് പറയുന്നത്, അഥവാ അഹ്ലുബൈത്ത് അല്ലെങ്കിൽ എൻ്റെ ഉമ്മത്ത്, ഇത് പ്രവാചകൻ്റെ കുടുംബബന്ധവും രക്തബന്ധവും ഉണ്ടായിരുന്ന അബൂ സുഫിയാൻ, അബൂ ലഹബ്, അബ്ദുൽ മുത്തലിബ്, അങ്ങനെ അബ്ദുള്ള തുടങ്ങിയ കുടുംബത്തിൻ്റെ ബന്ധങ്ങളല്ല അള്ളാഹുവിൻ്റെ അഹ്ലുകാർ, അല്ലെങ്കിൽ പ്രവാചകൻ്റെ അഹ്ലുകാർ, അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ അഹ്ലുകാർ, അല്ലെങ്കിൽ മുസ്ലിമിൻ്റെ അഹ്ലുകാർ, അല്ലെങ്കിൽ മുഅ്മിനിൻ്റെ അഹ്ലുകാർ. അവർ പ്രവാചകനായ മുഹമ്മദ് നബിയെ അംഗീകരിക്കുകയും ആ ഏകദൈവ വിശ്വാസത്തിനടിസ്ഥാനമായി സംസാരിക്കുന്ന ഖുർആനിനെയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ പ്രവാചകനെയും പിൻപറ്റിക്കൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കുകയും അവനോട് മാത്രം സഹായം ചോദിക്കുകയും ചെയ്ത ആ ഉമ്മത്താണ് പ്രവാചകൻ്റെ കുടുംബം. അത് പ്രവാചകൻ ജീവിച്ചിരുന്ന കാലഘട്ടമായാലും പിന്നീട് ലോകാവസാനം അഥവാ ഖിയാമത്ത് നാൾ വരെയുള്ള ഉമ്മത്തായാലും. അതുകൊണ്ട് തന്നെ നാം മരണശേഷം പരമാവധി നമ്മളുടെ ശരീരത്തിൻ്റെ ചൂട് ആറുന്നതിന് മുമ്പ് നാം മയ്യത്ത് കുളിപ്പിക്കുകയും അത് കഫം ചെയ്യുകയും, അഥവാ അതെല്ലാം വേണ്ട രീതിയിൽ 3 തുണിയിൽ മൂടി വെള്ളവസ്ത്രം വെച്ചുകൊണ്ട് അത്യാവശ്യം കാണാവുന്ന ഒരു രൂപത്തിലേക്ക് ജനങ്ങളെ കാണിച്ചുകൊണ്ട് ഒരു 2-3 മണിക്കൂറിനകം അത് മറവ് ചെയ്യുന്ന രീതിയാണ് ശരിയായ ഇസ്ലാമിക ശാസ്ത്രീയ ദർശനം. അങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മളുടെ മരണശേഷം നമ്മളുടെ ശരീരം ഓരോ നിമിഷവും ബാക്ടീരിയ, വൈറസ്, ഫംഗസ് തുടങ്ങിയ ജീവികൾ അതിൽ ക്രമാതീതമായി വർദ്ധിച്ച് അത് മറ്റുള്ള കൂടെ ഇരിക്കുന്നവർക്ക് രോഗാവസ്ഥയിലേക്കും, മറ്റു ഈ രോഗിയെങ്ങാനും ഈ മയ്യത്ത് ഒരു രോഗിയാണ് എങ്കിൽ, അല്ലെങ്കിൽ ഈ വരുന്നവരിൽ ഒരു രോഗി ഉണ്ടാവുകയും അത് ഈ മയ്യത്തിലേക്ക് വരികയും ആ രോഗാണുക്കൾ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമെല്ലാം കലർന്ന് ആ രോഗം അവിടെ കൂടിയ എല്ലാവരെയും ബാധിക്കാതിരിക്കാനും കൂടെ ആണ് അള്ളാഹു ഇത്തരം ഒരു നിയമം വെച്ചിട്ടുള്ളത്. പിന്നെ ചില സാന്ദർഭിക ഘട്ടങ്ങളും നിർബന്ധിത ഘട്ടങ്ങളിലും ഇതെല്ലാം വൈകി എന്ന് വരാം. അതൊഴിച്ച് ബാക്കിയുള്ള കാലഘട്ടം ഇതേ രീതിയിലാണ് നാം തുടരേണ്ടത്. അതുപോലെ തന്നെ മയ്യത്ത് നിസ്കാരം, ഒരു മയ്യത്ത് നിസ്കാരം, ഒരു ദുആ, അങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ലാതെ നാം ഇന്ന് മരണപ്പെട്ടു 24 മണിക്കൂറോ അല്ലെങ്കിൽ 14 മണിക്കൂറിനോ ശേഷം മറവ് ചെയ്യാൻ വേണ്ടി, ആളുകൾ കൂടുതൽ കാണാൻ വേണ്ടി, അവർക്ക് വേണ്ടി കൂടുതൽ ദുആ ചെയ്യാൻ വേണ്ടി, അവർക്ക് കൂടുതൽ മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി
ഇത് വൈകിക്കുന്ന രീതി തികച്ചും ശിക്ഷാർഹമാണ്. അത്തരം ശിക്ഷകൾ ഇല്ലാതെ മരണപ്പെട്ട ഒരു മഹാനായ വ്യക്തിയുടെ പേരും അദ്ദേഹത്തിൻ്റെ ജീവിത രീതിയും ഞാൻ പറഞ്ഞു തരാം. ബഹുമാനപ്പെട്ട നമ്മുടെ വല്ലിപ്പയായ ഫഹദ് ബിൻ അബ്ദുൽ അസീസ് രാജാവ് അഥവാ സൗദി അറേബ്യയുടെ കിരീടാവകാശി മരണപ്പെടുമ്പോൾ അദ്ദേഹം വളരെ കൃത്യമായ ഒരു നിർദ്ദേശം ആ സമൂഹത്തോട് നൽകി. ഞാൻ ജീവിച്ചു, ഞാൻ ജനിച്ചു, ഞാൻ ജീവിച്ചു, ഞാൻ മരിക്കുന്നു. അത് ഞാനും എൻ്റെ സൃഷ്ടാവുമായിട്ടുള്ള ബന്ധമാണ്. എന്നാൽ എൻ്റെ നിയോഗം ഞാൻ ഈ രാഷ്ട്രത്തെ നയിച്ചു എന്നതിനപ്പുറം ഞാൻ എന്ന വ്യക്തിയും ഈ രാജാവെന്ന വ്യക്തിയും അള്ളാഹുവിൻ്റെ മുമ്പിൽ, ഏകനായ സൃഷ്ടാവിൻ്റെ മുമ്പിൽ ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണ്, അഥവാ ഖാദിമുൽ ഹറമൈനി ഷരീഫൈൻ. ആ വ്യക്തിത്വം മരണപ്പെട്ടപ്പോൾ 2.5 മണിക്കൂർ കൊണ്ട് അദ്ദേഹത്തെ ഖബറിലേക്ക് എത്തിക്കപ്പെട്ടു. വേണമെങ്കിൽ ഒരു ചാർട്ടർ ഫ്ലൈറ്റ് എടുത്തുകൊണ്ട് മക്കയും മദീനയും ബൈത്തുൽ മുഖദ്ദസുമെല്ലാം ചുറ്റി 1500 2000 പ്രാവശ്യം മയ്യത്ത് നിസ്കരിപ്പിച്ചുകൊണ്ട് ലോകത്തിലെ സകല നേതാക്കളെയും കാണിച്ച് 10-15 ദിവസത്തിന് ശേഷം ഈ മയ്യത്ത് മറമാടാം, അദ്ദേഹത്തിന് പുണ്യം കിട്ടുമെന്ന ആ തെറ്റായ ധാരണ ഒഴിവാക്കുകയും അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തു. എൻ്റെ മരണശേഷം ഒരു കാരണവശാലും നിങ്ങൾ കടയിൽ അടക്കുകയോ ഈ രാജ്യത്തെ ബന്ധാക്കുകയോ ചെയ്യാതെ മറ്റുള്ളവർ ജീവിക്കുകയും അവരുടെ ജീവനും വെള്ളവും വെളിച്ചവുമെല്ലാം ഞാൻ മരിച്ചു എന്ന കാരണം കൊണ്ട് തടഞ്ഞു വെക്കാതെ നിങ്ങൾ ഈ രാജ്യത്തെ സംരക്ഷിച്ചു കൊണ്ടുപോവുക തന്നെ ചെയ്യണമെന്ന് ആ ഒരു സന്ദേശം നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഇൻഷാ അല്ലാഹ് ശരിയായ ഏകദൈവ വിശ്വാസികളായി നമ്മെ അല്ലാഹു ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുമാറാവട്ടെ. നാളെ സ്വർഗം നമുക്ക് അല്ലാഹു നൽകുമാറാവട്ടെ.